വിനീത, ഇപ്പോൾ ഡൽഹിയിൽ സർവകക്ഷി യോഗം പുരോഗമിക്കുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ തന്നെ അജിത് ഡോവൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു, അതിർത്തിയിലെ സാഹചര്യം വിശദീകരിക്കുന്നു. ഇന്നലെയൊക്കെ ഉണ്ടായ പോലെയുള്ള ഒരു കനത്ത ആക്രമണം അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ലംഘനം ഇന്ന് ഉണ്ടാകുന്നില്ല. ഇന്ത്യൻ തിരിച്ചടിയിൽ പാകിസ്ഥാൻ ഒന്ന് അടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ സർവകക്ഷി യോഗം പുരോഗമിക്കുകയാണ്. ഏതാണ്ട് അല്പസമയത്തിനകം സർവകക്ഷി യോഗം അവസാനിക്കുമെന്നുള്ള ചില ഇപ്പോൾ സർവകക്ഷി യോഗത്തിന് സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ ചേർന്ന സർവകക്ഷി യോഗം അവസാനിച്ചിട്ടുണ്ട്. അതിനുശേഷം നേതാക്കളുടെ പ്രതികരണം ഒന്നൊന്നായി വരുന്നുണ്ട്. ആ പ്രതികരണങ്ങളിലേക്ക് വരാം. വിനീത വിജി, തുടരാം. ഹലോ. സർവകക്ഷി യോഗം, അതിൽ അമിത്ഷായും ഒപ്പം രാജ്നാഥ് സിംഗും ഒക്കെ പങ്കെടുത്തിരുന്നു. പ്രതിപക്ഷത്ത് നിന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അടക്കം കോൺഗ്രസ് നേതാക്കളും മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊക്കെയും ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ എന്തൊക്കെ ചർച്ചയായി എന്ന വിവരങ്ങൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ പ്രതികരണങ്ങളിലൂടെ വ്യക്തമാകും. വിനീത, തുടരാം. ഗൂഗിൾ, തീർച്ചയായും യോഗം അവസാനിച്ചിരിക്കുന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. അല്പസമയത്തിനകം തന്നെ നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷം ഒരു ബ്രീഫിംഗ് ഉണ്ടാകും. എന്നൊക്കെ കാര്യങ്ങളാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗത്തിൽ ഏതൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അവർ സൂചിപ്പിക്കുക. നേരത്തെ തന്നെ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കണമെന്നൊരു ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. പകരം അദ്ദേഹം ഒരു സന്ദേശം അത് കേന്ദ്രമന്ത്രിമാർ മുഖേന യോഗത്തെ അറിയിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിതെന്നും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഒരു സന്ദേശം നൽകിയിരിക്കുന്നത്. ഈ യോഗം അവസാനിച്ചിപ്പോൾ നേതാക്കളൊക്കെ അല്പസമയത്തിനകം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പാർലമെന്റ് മന്ദിരത്തിന് പുറത്തു നിന്ന് അല്പസമയത്തിനകം തന്നെ അവർ ഇറങ്ങുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാവുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരുന്നു ഇന്ന് ഈ സർവകക്ഷി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായി ചേർന്ന സർവകക്ഷി യോഗത്തിൽ കഴിഞ്ഞ 36 മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് അടക്കമുള്ള കാര്യങ്ങൾ പ്രതിരോധ മന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ യോഗം പൂർത്തിയാക്കി നേതാക്കൾ പുറത്തേക്ക് കേന്ദ്രമന്ത്രിമാർ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ അല്പസമയത്തേക്ക് പുറത്തേക്ക് ഇറങ്ങും. ഇത് പ്രതിരോധ മന്ത്രി പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. രാജ്നാഥ് സിംഗ് യോഗം പൂർത്തിയാക്കി ഇതാ പുറത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ മുന്നിൽ പോയ വാഹനം അദ്ദേഹത്തിൻ്റെതായിരുന്നു. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. അല്പസമയത്തിനകം ഇനി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയായിരിക്കുകയാണ്. കഴിഞ്ഞ 36 മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഉണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര മന്ത്രിമാർ യോഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എങ്ങനെയായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോകുന്നതിന്റെ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യോഗം പൂർത്തിയാക്കി അമിത്ഷാ പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. करते रहिए और देश के हित में हम आपके साथ रहेंगे. बस पीएम नहीं थे इस बैठक में. नहीं, ये तो लास्ट टाइम भी हाजिर नहीं थे, इस बार भी नहीं है. ठीक है, ये उनकी मंशा है कि वो समझते हैं पार्लियामेंट के ऊपर है वो, तो ठीक है, जब वक्त आएगा पूछेंगे. लेकिन अब संकट की घड़ी है, इसमें कोई हम किसी को क्रिटिसाइज नहीं करना चाहते. धन्यवाद. പ്രധാനമന്ത്രിയുടെ അസാന്നിധ്യത്തെ പറ്റി ഈ ഘട്ടത്തിൽ ഒരു പ്രതികരണത്തിനോ വിമർശനത്തിനോ ഇല്ല എന്ന് മല്ലികാർജ്ജുൻ ഖർഗെ പറയുന്നു. ഏതായാലും മുൻപത്തെ യോഗത്തിലും പങ്കെടുത്തിട്ടില്ല എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു വിമർശനത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നില്ല. ഇപ്പോൾ ഈ രാജ്യത്തിനൊപ്പം സൈന്യത്തിനൊപ്പം നിൽക്കുന്നു, നടപടികൾക്കൊപ്പം എന്നതാണ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ പ്രതികരണം വന്നത്. വിനീത വിജി, ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകൾ സ്വീകരിച്ച നടപടി, അതിർത്തിയിലെ സാഹചര്യമൊക്കെയും വിശദീകരിച്ചിട്ടുണ്ട് ഈ യോഗത്തിലെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു വിവരങ്ങൾ? തീർച്ചയായും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 1.5 മണിക്കൂറിലോളം ഈ സർവകക്ഷി യോഗം നീണ്ടുനിന്നു. കഴിഞ്ഞ 36 മണിക്കൂറിനകം സ്വീകരിച്ച നടപടിക്രമങ്ങൾ, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട 36 മണിക്കൂറിനുള്ളിൽ നടത്തിയ ഓരോ നീക്കങ്ങളും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യോഗത്തിൽ വളരെ കൃത്യമായി തന്നെ അറിയിച്ചു. പ്രധാനമന്ത്രി പങ്കെടുക്കണമെന്നൊരു ആവശ്യമൊക്കെ നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. പകരം അദ്ദേഹം ഒരു സന്ദേശം കേന്ദ്രമന്ത്രിമാർ മുഖേന യോഗത്തെ അറിയിക്കുകയാണ് ചെയ്തത്. നമുക്കിപ്പോൾ രാഹുൽ ഗാന്ധി പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയുമുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ യോഗം പൂർത്തിയാക്കി ഇറങ്ങുകയാണ്. അവർ ചില നിർദ്ദേശങ്ങൾ യോഗത്തിൽ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിർത്തി മേഖലകളിലേക്ക് അടക്കമുണ്ടായ
പാകിസ്ഥാന്റെ പ്രകോപനത്തിൽ വലിയൊരു ആശങ്ക നേതാക്കൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമാവുന്നത്. ആ മേഖലകളിലേക്കടക്കം വലിയ സുരക്ഷ ഒരുക്കണമെന്നൊരു ആവശ്യം നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇനി തുടർ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നത് കേന്ദ്രമന്ത്രിമാരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മറ്റ് ലോകരാജ്യങ്ങളുമൊക്കെയായി ഇന്ത്യ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഓപ്പറേഷൻ എങ്ങനെയാണ് നടത്തിയത്, നമ്മുടെ പോരാട്ടം അത് ഭീകരതയ്ക്കെതിരെ മാത്രമുള്ളതായിരുന്നുവെന്നും മറ്റ് സിവിലിയൻസുകളെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് സൈനിക കേന്ദ്രങ്ങളെയോ ഉന്നം വച്ചിട്ടുള്ളത് ഉൾപ്പെടെയുള്ള വിശദീകരണമാണ് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ നൽകിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അവരുടെ മറുപടി അത് ഏത് രീതിയിലായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യോഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയ കാര്യം, അവരുടെ ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്, ഇതിനോടകം സ്വീകരിച്ച സൈനിക നടപടികൾ അത് ഏത് രീതിയിലാണ്, ഇനി എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം, ഇനി ഇതിന്റെ ഒരു അതേതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ അതിനെ എങ്ങനെ നമ്മൾ നേരിടണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന നടപടിക്രമങ്ങളെല്ലാം യോഗത്തിൽ കേന്ദ്രമന്ത്രിമാർ വിശദീകരിച്ചു. ഏതാണ്ട് 1.5 മണിക്കൂറിലധികം നീണ്ടുനിന്ന യോഗം അവസാനിച്ച് ഇപ്പോൾ നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരുപക്ഷെ ഇതിനുശേഷം ഒരു പ്രതികരണം നമുക്ക് ഉണ്ടാകും. ജോൺ ബ്രിട്ടാസ് എം പി അടക്കമുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷം മാധ്യമങ്ങളെ കാണാമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ഈ സർവകക്ഷി യോഗം നൽകുന്ന സന്ദേശം തന്നെ ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും. ഈ രാഷ്ട്രീയപരമായ ഒക്കെ ചില വ്യത്യാസങ്ങൾ, ചില ആരോപണങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അത് ഉന്നയിക്കേണ്ട ഒരു സമയം ഇതല്ല എന്ന് നേതാക്കൾക്ക് വളരെ നന്നായി തന്നെ അറിയാം. കാരണം അത്തരം ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളിലേക്കോ പിന്നീടുള്ള പ്രത്യാരോപണങ്ങളിലേക്കോ ഒക്കെ പോകുമ്പോൾ അത് ഒരുപക്ഷെ സൈന്യത്തിന്റെ വീര്യം കുറയ്ക്കുന്നത് തന്നെയായിരിക്കും. അതുകൊണ്ട് അത്തരം നടപടികളിലേക്ക് ഞങ്ങൾ പോകില്ല എന്നൊരു തീരുമാനം നേതാക്കൾ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഒറ്റക്കെട്ടായി ഭീകരതയ്ക്കെതിരെ പോരാടുക എന്നുള്ള സന്ദേശം തന്നെയായിരിക്കും സർവകക്ഷി യോഗം മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ യോഗം പൂർത്തിയായിരിക്കുന്നു. നിലവിലെ സ്ഥിതിഗതികളെല്ലാം യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ, അത് എങ്ങനെയാണ് നടപ്പാക്കിയത്, ആ മേഖലകൾ കേന്ദ്രീകരിച്ചെടുത്ത മുന്നൊരുക്കങ്ങൾ എങ്ങനെയായിരുന്നു, സൈന്യത്തിന്റെ നീക്കം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ആ പദ്ധതി, ആ ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണത് വിജയകരമായി പൂർത്തിയാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. കഴിഞ്ഞ 36 മണിക്കൂറിനുള്ളിൽ നടന്ന നീക്കങ്ങളെല്ലാം പ്രതിരോധ മന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾ ഇന്ത്യക്ക് നൽകിയ പിന്തുണ, ഇന്ത്യ നൽകിയ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദേശകാര്യമന്ത്രി യോഗത്തിൽ ഉന്നയിച്ചു. ഒപ്പം ഇതിനെ തുടർന്ന് മറ്റ് നേതാക്കൾ അവരുടെ ആശങ്കകൾ, അവരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ അഭിപ്രായങ്ങളെല്ലാം യോഗത്തെ അറിയിക്കുകയും ചെയ്തു. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തുടർ നടപടികൾ, തുടർ നീക്കങ്ങളിലേക്കായിരിക്കും ഇനി രാജ്യം മുന്നോട്ട് പോവുക. പ്രതിപക്ഷ നേതാക്കളുടെ അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നുണ്ട്. ഭീകരതയ്ക്കെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട്, ഇന്ത്യ ഇക്കാര്യം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൂടി വയ്ക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഏതാണെങ്കിലും 1.5 മണിക്കൂറിലേറെ നീണ്ട സർവകക്ഷി യോഗം അവസാനിച്ചിരിക്കുകയാണ്. ഇത് ഈ തിരിച്ചടി ഇന്ത്യ നൽകിയതിനു ശേഷം ചേർന്ന ആദ്യ യോഗമാണ്. ഓരോ മണിക്കൂറുകളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർണായകമെന്ന് കൂടി തന്നെ പറയേണ്ടി വരും. കാരണം വലിയ ഒരു അത്തരത്തിലേക്കുള്ള ഒരു അതീവ ജാഗ്രത എല്ലാ മേഖലകളിലും ഉറപ്പാക്കിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തന്ത്രപ്രധാനമായ മേഖലകളിലെല്ലാം കടുത്ത ജാഗ്രത ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി, ഏതെങ്കിലും തരത്തിലൊരു സൈനിക നീക്കം